So, welcome students, welcome to the second chapter. The second chapter is Electrostatic Potential and Capacity. ഇവിടെ നമുക്ക് പരിചിതമായ ഒരു വേർഡ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ആണ്. പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. So, what is meant by potential energy? The energy which is possessed due to position or strain. അവസ്ഥകൾ കൊണ്ട് കിട്ടുന്ന എനർജിയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ട് വിപരീതമായിട്ട് ഒരു ബോഡി നമ്മൾ ഉയർത്താൻ ശ്രമിച്ചാൽ അവിടെ ആ വസ്തുവിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ കാരണം കൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് വിപരീതമായി നമ്മൾ ജോലി ചെയ്യുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന മസ്കുലാർ ഫോഴ്സ് അഥവാ അതിനെയാണ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ സഹായത്തോടെ ഒരു ഫോഴ്സിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന വർക്കാണ് എന്തായി മാറുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് വസ്തുവിൽ മാറുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എക്സിസ്റ്റിംഗ് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഫോഴ്സിന് വിപരീതമായി നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമുണ്ട്. ആ ഫോഴ്സ് കാരണം ആ ബോഡിയിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇത് പറയുന്ന എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വെച്ച് നമ്മൾ പറഞ്ഞതാണ്. ഇതുപോലെ ചാർജിൻ്റെ കേസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പം ഇവിടെ നമുക്ക് നമ്മുടെ ടെസ്റ്റുകൾ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ചാർജ് ഉണ്ട്. കൂടാതെ അവിടെ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു സോഴ്സ് ചാർജും ഉണ്ട്. അപ്പോൾ ഈ സോഴ്സ് ചാർജ് ക്യാപിറ്റൽ Q കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് നമ്മൾ ടെസ്റ്റ് ചാർജായ Qവിനെ കൊണ്ടുവരുന്നത്. അങ്ങനെയെങ്കിൽ Qവിനെ കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ട എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോഴ്സിന് തുല്യവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമായിരിക്കും. ആ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സാണ് അവിടെ എന്തായി മാറുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. സോ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ ബ്രിങ്ങിങ് എ ചാർജ്. സോ ഈ നമ്മൾ മൂവ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നാണ് നമ്മൾ ആ ടെസ്റ്റ് ചാർജിനെ നമ്മൾ കരുതുന്ന അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യു ആർ മൂവിങ് ദ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി is nothing but the work done by external force in bringing a charge from infinity to a point. Now the next term is potential energy difference. So ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഈ ചാർജിനെ മൂവ് ചെയ്യിക്കുന്നത് ഒരു പോയിന്റ് ആറിൽ നിന്ന് പിയിലേക്കാണ്. പോയിന്റ് ആർ എന്ന് പറയുന്നതും പോയിന്റ് പി എന്ന് പറയുന്നതും ഒരു സോഴ്സ് ചാർജായ ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള രണ്ട് പോയിന്റുകളാണ്. പോയിന്റ് ആറും പോയിന്റ് പിയും ഇലക്ട്രിക് ഫീൽഡ് ഇയിലുള്ള രണ്ട് പോയിന്റുകളാണ്. അവിടെ ആണ് പോയിന്റ് ആറിൽ നിന്ന് പോയിന്റ് പിയിലേക്ക് നമ്മളൊരു ചാർജിനെ, ഒരു ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കുന്നത്. സോ the work done to move the charge from point R to P or from initial point to a final point, that is called the potential energy difference. So the main difference between potential energy difference and electrostatic potential is, in the electrostatic potential you are bringing the charge from infinity, but here those 2 points, initial point and final point, those two are in the electric field itself. So coming to the electrostatic potential, it is the work done in bringing a unit positive charge from infinity to a point you are considering. The work done is equal to charge into potential. The work done is equal to charge into potential. Work done is a scalar quantity and the unit is joule per coulomb or volt.
Now the next one is potential due to a point charge. Potential due to a point charge. So in this field here it is seen the charge Q is present here, and you are bringing, so due to this positive charge an electric field will be acting from the charge to outside, and you have to move a test charge from the point A to point B. എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് ഡി എക്സ് ആണ്. ആ ഡി എക്സ് ദൂരം മൂവ് ചെയ്യേണ്ട വർക്കാണ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചാർജ് ഇൻ ടു പൊട്ടൻഷ്യൽ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by R square. And the moving charge is a test charge of 1 coulomb. So Q, small q into 1 by distance x square into, and the moving distance for displacing through a distance of dx എന്ന് പറയുമ്പോൾ into dx. ഓക്കെ, ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 by R square. So Q1 is small q, Q2 is 1 coulomb, moving distance is x, so it is 1/4πε0 q by x square into displacement dx. Work done is force into displacement. So I think it is clear for you, this expression is clear for you. So this is the distance, this is the work done to move through a distance of dx, and the negative sign as it shown, it is against, the work done is against the electrostatic force. Now you have to move the body from A to a point O. എയിൽ നിന്ന് ഒയിലേക്ക് നമ്മൾ എയിൽ നിന്ന് പിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡിസ്റ്റൻസ് എക്സ് നമ്മൾ മൂവ് ചെയ്യിക്കേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ദൂരം മൂവ് ചെയ്യിക്കാൻ എടുക്കുന്ന വർക്ക് ഡണ്ണിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയാകും. അതാണ് ഇൻ്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു, ഇൻ്റഗ്രേറ്റിംഗ് ദിസ് എക്സ്പ്രഷൻ, ഇൻ്റഗ്രേറ്റിംഗ് ഡി ഡബ്ല്യു. സോ ദീസ് ആർ പ്യുവർലി മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ്. Q by 4πε0 are constant. Integral of 1/x square എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് 1/x ആണ്. അപ്ലൈ ചെയ്യുന്നു ലിമിറ്റ് ഫ്രം ഇൻഫിനിറ്റി ടു ആർ. യു ആർ ബ്രിങ്ങിങ് ദ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ആർ. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു ആർ ഗിവിങ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 1/r മൈനസ് 1/∞. ബ്രാക്കറ്റിൻ്റെ വെളിയിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ആ നെഗറ്റീവ് സൈൻ അപ്ലൈ ചെയ്യുമ്പോൾ expression becomes 1/4πε0 q by r. So this is the expression for electrostatic potential due to a point charge. It is very important. Electrostatic potential due to a point charge. ഇവിടെ വരുന്ന മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. Nothing serious. Integral of 1/x square dx is negative of 1/x. So hope you go through that equation. Now this is the graph connecting potential and distance, or electric field and distance. Both are having an inverse relation. Electric field is varying inversely as r square, and potential is varying inversely as distance r. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്ന രണ്ട് ഗ്രാഫുകൾ. ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് ഡിസ്റ്റൻസ്, dark line, continuous line കാണിച്ചിരിക്കുന്നത് potential with distance. This graph is also important. Now the next one is potential due to dipole. Dipole എന്ന് പറയുന്നത് a pair of equal and opposite charges separated by distance 2a. So these are the two charges, negative charge, positive charge. Distance between them is 2a, and you have to find the electric field intensity at the point P. പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് ആൻഡ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു നെഗറ്റീവ് ചാർജ്. So total potential at P will be sum of the potentials due to positive charge and negative charge. So the expressions are given. So rewrite this as Q, not 9. Now here this distance R. R is the distance from the midpoint of the dipole to the point P.
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡൈപോൾ ദാറ്റ് ഇസ് സച്ച് എ സ്മോൾ വാല്യൂ. അതുകൊണ്ട് യു ആർ ടേക്കിംഗ് ആൻ ആവറേജ് ഓഫ് ആർ. So we can rewrite this distance r1. r1 is the distance of positive charge to the point P. r2 is the distance of negative charge to the point P. We can rewrite these equations as using this expression, and substituting these values for r1 and r2, you will get the potential, the sum of the potential as this thing, and 2a into q, that is dipole moment. So the expression becomes 1 by 4 pi epsilon 0 p cos theta by r.